شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാ നിയമനിർദ്ദേശനത്തെ ಜೀವನತೆಲ್ಲ ಸಂದರ್ಭത്തിൽ ಪಾಲಿಸಿ ಜೀವಿಕೊಂಡು ಚೊಂತು ಸ್ವಂತತೆ ಮರಕ್ಕಾನ್ ತೋಡು ಕೂಡಿತೊಲ್ಲಿ ಓರೋರ್ತട്ടും ವಸಿಯತ್ತಾಕ್ರ അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ എല്ലാ നിയമനിർദ്ദേശനത്തെ ಜೀವನತೆಲ್ಲ സന്ദർഭത്തിൽ പാലനാക്കൊല്ലെ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഏതൊരു ഉദ്ദേശത്തിൽ ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളമ ആ ഉദ്ദേശത്തെ പൂർത്തിയാക്കുവല്ലെ തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കൂടിയതുപോലെ അള്ളാഹുരെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതേപോലെ കുടുംബത്തൊട്ടിಗೆ കൂടുകൊല്ലെ തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഓരോ മുസ്ലിം അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിൽ എത്തണം ചൊന്തയിത്തിക്കർ. അള്ളാഹു അതുകൊല്ലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആ ഉദ്ദേശത്തിലെത്തിക്കർ ഓരോ മുസ്ലിമും ജീവിക്കരുത്. അതിനു വേണ്ടി കഠിനമയത്തിലെ പരിശ്രമാക്ര ഇബാദത്തും ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾക്ക് സാധിക്കറ ആ രൂപത്തിൽ നിങ്ങൾ കഠിനമയത്ത് പരിശ്രമിക്കറ ഇത്തിക്കറ അയങ്ക ഇബാദത്ത് എടുക്കുന്ന സന്ദർഭത്തിലും ഞങ്ങളെ വിശ്വാസത്തിലും ഞങ്ങിങ്ങനെ പോയോത്തിക്കുന്ന സന്ദർഭത്തിൽ ഇത്തിക്കറ് ഞങ്ങളെ റൂട്ട് തപ്പാട്ടുക ഇത്ത് പ്രത്യേകമയത്തുല്ലേ ഒരാൾ ബണ്ടത് ആ ഒരാൾ കാരണ ഞങ്ങളെ ഇബാദത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വാസ അത് തേറുതപ്പിപ്പോവും. ഷൈത്താൻ ആ ഷൈത്താൻ വന്നതോടുകൂടി ഞങ്ങളെ ഇബാദത്തിന്റെ റൂട്ട് ചിലപ്പോൾ തപ്പിപ്പോവും. അള്ളാഹുക്ക് കൊടുക്കണായ നിസ്കാര വേറെ അപ്പുറത്തുള്ള ഒരാൾക്ക് കാട്ടുക വേണ്ടി ഞങ്ങൾ നിസ്കരിച്ച പോലെ ആവും. ഞങ്ങൾ പിടിച്ചതായ വിശ്വാസ ആ വിശ്വാസ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് തെരു തപ്പിയതാവും. അതുകൊല്ലെ കാരണ ഇത്തിക്കറെ ഷൈത്താൻ ഞങ്ങളെ റൂട്ട് തപ്പാട്ട് അങ്ങനെ ಅಂತ എന്ത്ര ആക്കുണ്ടങ്ങ ഇങ്ങനെ തപ്പാട്ടെ ചൊന്തല്ല പിടി ഞങ്ങൾക്ക് ബിശി പിടിയുണ്ടു. അപ്പൊ എന്ത്ര ആക്കണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിൽ നിങ്ങൾ നിൽക്കണം തായെങ്കിൽ നിന്റെ വിശ്വാസം നിന്റെ അമലും എങ്ങനെ നിൽക്കണം. പ്രത്യേകമായിട്ടും സലഫ് സ്വാലിഹീന്മാർ അങ്ങനെ എങ്ങനെ പടുപ്പാട്ടിയാറാ അതുപോലെ എത്തിക്കണം നിന്റെ വിശ്വാസം നിന്റെ അമലെല്ലാം. അങ്ങനെ മാത്രമേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിലനിൽക്കുകയും പരലോകത്ത് രക്ഷപ്പെടുകയും സാധ്യ. അള്ളാഹു അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നോക്കൊരു ലോകത്തിൽ കടന്നു വന്നതായ എത്രമാ ഫിർഖത്തുണ്ട്. ളലാലത്തിൽ ആൾമാർ ആയിരക്കണക്കിൽ ഗ്രൂപ്പ്സ് എത്തിക്കർ വന്നത് അതെല്ലാം മടങ്ങരുത് റസൂൽ പടുപ്പാട്ടിയതായി 73 റൂൾ കൈത്തിക്കർ 1000 ഗ്രൂപ്പ്സ് എല്ലാം വന്ന് അങ്ങ സമൂഹത്തെ മുന്നോൽ കൊടുന്നു തന്നത് ഖുർആനും ഹദീസിൽ നിന്ന് എത്തിക്കർ. അങ്ങനെ വിശ്വാസം അങ്ങനെ ബിദ്അത്തുള്ള വാദം അങ്ങനെ ശിർക്കൻ വിശ്വാസം അങ്ങനെ ഹദീസ് നിഷേധം എല്ലാം അങ്ങ് കൊടുന്നത് ഖുർആനും ഹദീസിൽ നിന്നിട്ട് അങ്ങ് ദലീലെടുത്തോ തൈത്തിക്കർ. അങ്ങ് വാദിക്കരുത് അള്ളാഹുരെ ഖുർആനിലെ വിശ്വാസം എത്തിക്കർ പടുപ്പാട്ടിയത് അള്ളാഹുരെ റസൂലെ എത്തിക്കർ പടുപ്പാട്ടിയത്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ അങ്ങുള്ള പ്രത്യേകമായിട്ടും ഇതിനെ മനസ്സിലാക്കും. ലോകത്തിൽ വന്ന് തെരു തപ്പിയതായ എല്ലാ ഗ്രൂപ്പ്സും എല്ലാ ഫിർഖത്തും അങ്ങനെ ദലീലൈത്ത് ഖുർആനും ഹദീസൈത്തിക്കർ കൊടുത്തത്
ഒരു സംശയം വേണ്ട. കാരണം എല്ലാവർക്കും പിടിയുള്ളൊരു വിഷയം ദിക്ർ ലോകത്തുള്ള ഒരു മുസ്ലിമരും തെരുതപ്പാട്ടൊക്കെ സാധ്യല്ല ഖുറാനും സുന്നത്ത് തൊടാൻ. എല്ലാ മുസ്ലിമರ ഹൃദയത്തിലുള്ളൊരു ഫിക്സ് ആയിട്ടുള്ളൊരു വിഷയം ദിക്ർ ഖുർആനും സുന്നത്ത്. അതിൽ നിന്ന് ആറ് ദലീലെടുത്തും ನಾನು വിശ്വസിക്കണം, ನಾನು അംഗീകരിക്കണം, ನಾನು പാലിക്കണം ചൊന്തുള്ളൊരു തത്വ ഓരോ മുസ്ലിമರ മനസ്സിലുണ്ട്. അതിരെ ഇല്ലാത്താക്കണം തായെങ്കിൽ ഖുർആനും സുന്നത്ത് തൊടാന്ത് ലോകത്തിലെ ഒരാൾക്കും ഒരു മുസ്ലിമരും തെരുതപ്പാട്ട് കൊണ്ട് ഇതാക്കുക സാധ്യയില്ല. അങ്ങനെ ಅಂತಾയെങ്കിൽ ഏതെല്ല സമുദായ ഇത്തിക്കറ് തെരുതപ്പാട്ടിയത്, ഏതെല്ല ആൾമാരെ ഇത്തിക്കറ് തെരുതപ്പാട്ടിയത്, എങ്ങനെ ഇത്തിക്കറ് തെരുതപ്പാട്ടിയത്, അതേ ഇത്തിക്കറി ഹുത്തുബ കൊണ്ട് മനസ്സിലാക്കണം. കാരണം ഇത് അടിസ്ഥാനപരമായ വിഷയം. ഇത്തിക്കറ് നിസ്കരിച്ചാർ, നോമ്പെടുത്ത സ്വതക്കാക്കി എല്ലാ അമലാക്കിയത് പരലോകത്ത് വന്ന ಅವನು ದುನಿಯಾವಿൽ ಇದರೆಲ್ಲ ಸಂದರ್ಭത്തിൽ ಅವನ ಜೀವನത്തിൽ ಶಿರ್ಕನ್ ವಿಶ್ವಾಸಿಂದ ಅಂತಾയെങ്കിൽ എത്ര സ്വതക്കാക്കിയെങ്കും സമ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടിയത് വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഹം മൻസൂറ. എത്ര അമലെടുത്ത് ಬಂತಿಕ್ಕು അവന്റെ ಶಿರ್ಕನ್ ವಿಶ್ವಾಸ ಕಾರಣ എല്ലാം അല്ലാഹു ബാത്തിലാക്കി വിട്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേക്കും അല്ലാഹു ചൊന്ന അതേ ദിക്ർ റസൂലേ വലഖദ് ഊഹിയ ഇലൈക ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അങ്ങാക്കിയ എല്ലാ ഇബാദത്തും ബാത്തിലായി ദിക്ർ. ആരത്? അംബിയാ മുർസലിങ്ങളുടെ പേരെടുത്ത് എത്തിക്കർ അല്ലാഹു ചൊല്ലുന്നത് ഇങ്ങോട്ട് ഷിർക്കാക്കി എന്തായെങ്കിൽ എല്ലാ അമൽ ബാത്തിലായി ദിക്ർ. അങ്ങനെ എന്തായെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം എങ്ങനെ ഇക്കോട് സഹോദരന്മാരെ? ലോകത്തിൽ വന്നതായ ഷിർക്കൻ വിശ്വാസത്തെ ആൾമാർ റസൂലിനെയും അമ്പിയാക്കന്മാരെ വിളിച്ച് ദ്വാർക്കാ ചൊന്നങ്ങനത്തെ ആൾമാർ അങ്ങ് ദലീലെത്തി കൊടുന്നത് ഖുറാന്റെ ആയത്തെ ദിക്ർ. ബിദഅത്താക്കിയ ആൾമാർ അങ്ങനെ ബിദഅത്തിനെ സ്ഥാപിക്കുക അങ്ങ് കൊടുക്കുന്നത് ഖുറാന്റെ ആയത്തെ ദിക്ർ. ഹദീസിനെ നിഷേധാക്കിയ ആൾമാർ അങ്ങനെ നിഷേധത്തിന് അങ്ങ് കൊടുന്നത് ഖുറാന്റെ ആയത്തെ ദിക്ർ. സുന്നത്തും ഖുറാന്റെ ആയത്തെ ദിക്ർ അങ്ങ് കൊടുന്നത്. അത് മാത്രമല്ല സർവധർമ്മ എല്ലാ ധർമ്മം ഏത് ധർമ്മത്തിൽ ആറ് ഇന്നെങ്കും സമ അവന് സ്വർഗത്തിൽ എത്ര ചൊന്തലെ വാദ ഇന്ന ആൾമാർ അങ്ങും കൊണ്ടത് ഖുറാന്റെ ആയത്തെ ദിക്ർ. ഇസ്ലാമരെ പുറത്തുള്ളതായ കാഫിറത്തുള്ള ഖാദിയാനിമാർ അങ്ങനെ വാദത്തെ അങ്ങ് സ്ഥാപിക്കാൻ വേണ്ടി കൊടുന്നത് ഖുറാന്റെ ആയത്തെ ദിക്ർ. അത് മാത്രമല്ല ഇസ്ലാമരെ പുറത്തുള്ളതായ കംപ്ലീറ്റ്ലി ഇസ്ലാമരെ വിരോധിക്കുന്നതായ നിരീശ്വരവാദിമാർ അങ്ങും കൊടുന്നത് ഖുറാന്റെ ആയത്തെ ദിക്ർ. എല്ലാ കൗമും കൊണ്ടത് ഖുറാന്റെ ആയത്തെ ദിക്ർ. അപ്പം മനസ്സിൽ ഒരു വിഷയം ഫിക്സ് ആക്കി വെക്കും, ഒരു വിഷയം മനസ്സിൽ ഫിക്സ് ആക്കി വെക്കും. ഈ ഖുത്ബ തീരോടത്തോളോ അതേ ഈ വിഷയത്തെ മനസ്സിലാക്കി വെക്കും. ഒരു മുസ്ലിം ലോകത്തിൽ തെരുതപ്പണം തായെങ്കിൽ അവന്റെ വിശ്വാസ ഖുർആനും സുന്നത്തിൽ നിന്ന് തെടുത്തെങ്കിൽ മാത്ര അവന്റെ സ്ഥിര നിലനിപ്പാട്ടവും അതില്ലാത്താക്കുകയും സാധ്യ ചൊന്തൽ ലോകത്തിൽ എല്ലാ കൗമുകും പിടിയുണ്ട്. അതുകൊണ്ട് നിരീശ്വരവാദിമാർ പോലും അങ്ങ് ഇസ്ലാം സമയില്ല ചൊല്ലും അങ്ങ് എടുക്കരുത് ഖുറാനെ. ഇസ്ലാം സമയില്ല അള്ളാഹു ഇല്ല ചൊന്ത് സ്ഥാപിക്കുകയും അങ്ങ് കൊമന്റെ ഖുറാനെ എത്തിക്കറ്. ഖുറാന്റെ തൊടാന്ത് ലോകത്തിൽ ഒരു സമുദായത്തും മുസ്ലിമരെ അങ്ങനെ ഇല്ലാത്താക്കുകയും മുസ്ലിമരെ തെരുതപ്പാട്ടൊക്കെ സാധിച്ചതില്ല, ഇനി സാധിക്കുകയുമില്ല. അതുകൊണ്ട് മനസ്സിലാക്കൂ. അപ്പം ഞങ്ങളുടെ വിശ്വാസം എന്തൈത്തിക്കോണം എങ്ങനെ തെരുതപ്പാട്ടി ചൊന്തും എന്തൈത്തിക്കോണം ചൊന്ത് മനസ്സിലാക്കൂ. ഫസ്റ്റിಗೆ മനസ്സിലൊരു പോയിന്റ് വെക്കൂ. ഒന്നാമത്തെ ഒരു പോയിന്റ് മനസ്സിൽ ഫിക്സ് ആക്കി വെക്കൂ. ലോകത്തുള്ള ബിദഅത്താക്കിയ എല്ലാ കൗമും എല്ലാ ദലാലത്തിലെ ആൾമാറും അങ്ങ് എടുക്കരുത് ഖുർആനും സുന്നത്ത് ഇത് മാത്രമേ ചൊന്തൈത്തിക്കർ. അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കുക ഖുർആനും സുന്നത്ത് മാത്രമേ ഇതൈത്തിക്കർ. ലോകത്തിലെ എല്ലാ തെരുതപ്പിയ ആൾമാരെ വാദം ഞങ്ങവിടെല്ല നിൻ്റെത്. അഹ്ലുസുന്നത്തിന്റെ വാദം അതല്ല. അത് മാത്രല്ല ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കണം തായെങ്കിൽ ഖുർആനും സുന്നത്തും ഫഹ്മു സഹാബ മൻഹജു സലഫ് സ്വഹാബത്തിന്റെ റൂട്ടും സ്വഹാബിമാർ എങ്ങനെ ഇത്തിക്കർ ഖുർആനെ മനസ്സിലാക്കിയത്, സ്വഹാബത്ത് എങ്ങനെ ഇത്തിക്കർ ഖുർആനെ മനസ്സിലാക്കിയത്, ആ റൂട്ടിൽ നിന്റെ മാത്ര അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇല്ലാത്ത അവൻ പുറത്തൊരാളെ ഇത്തിക്കറ. സ്വഹാബിമാരെ വിട്ടോണു അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ട ആളല്ല. അതുകൊണ്ട് ലോകത്തിലെ ആൾമാറും എത്ര ആൾമാർ ശിർക്കൻ വിശ്വാസ ഖുർആനിൽ നിന്ന് തെടുക്കുക പ്രയത്നിച്ചാർ, ദുർവ്യാഖ്യാന ഇത്തിക്കർ ബിദഅത്ത് കെടുത്താർ. എടുത്തപ്പെല്ലാം അങ്ങനെ വാദന്തരെ ഇനി ആയത്ത് കിട്ടിയത് ഇനി സ്വഹാബിമാർ ആക്കിരാറ ചൊന്തൊന്നും നോക്കണ്ട. എന്ത് അങ്ങനെ ചൊല്ലി ഉടമന്ത് ബിദഅത്ത് ആയത്ത് ഓതി അങ്ങനത്തെ വ്യക്തി ആ വ്യക്തിയും ചൊന്നത് എന്തരെ ദാ ഖുർആനിൽ നിന്ന് ആയത്ത് കിട്ടിയത് ഇനി നിങ്ങൾ എന്താക്കണ്ട സ്വഹാബിമാരെ നോക്ക പോണ്ട. എന്ത് അങ്ങനെ ചൊല്ല് സഹോദരന്മാരെ? സലഫിയത്തുള്ള ഓരോ വ്യക്തിയും മനസ്സിലാക്കി വെക്കണം. സലഫിയത്തുള്ള ഓരോ വ്യക്തിയും മനസ്സിലാക്കി വെക്കണം. ഞങ്ങൾ നിന്ന് സ്വഹാബിമാരെ ദൂരാക്കിയെങ്കിൽ മാത്രമേ അങ്ങനെ ദലാലത്തും അങ്ങനെ ബിദഅത്തും അങ്ങനെ ശിർക്കൻ വിശ്വാസം
ഞങ്ങളെ ഉൾക്കിട സാധ്യ ഇല്ലಂತ സാധ്യമില്ല. സ്വഹാബിമാരെ പിടിച്ചോണ്ട് തിരുത്തപ്പെട്ടു സാധ്യമില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശങ്ങളാണ്. കാരണം എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു ചൊന്നത് ഇതിക്ർ ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സ്വഹാബിമാർ നിങ്ങൾ വിശ്വാസം വെച്ച പോലെ അങ്ങ നസ്രാണിമാരും യഹൂദിമാരും മുശ്രിക്കൈത്തുള്ള ലോകത്തിൽ എല്ലാ സമുദായവും എല്ലാ കൗമും സ്വഹാബത്തിന്റെ വിശ്വാസ പോലെ വിശ്വാസം മാത്ര ഫഖദ് ഇഹ്തദൗ അങ്ങ് ഹിദായത്തിലാവാർ അല്ലാത്ത അങ്ങ് ദലാലത്തിൽ ഇതിക്റാർ. സ്വഹാബിമാരെ വിശ്വാസം നിങ്ങൾക്കില്ലമാ നിങ്ങൾ തെരുതപ്പിയങ്ങ ഇതിക്റാർ. സ്വഹാബിമാരെ റൂട്ടിൽ നിന്റെ ദീൻ ഇല്ലമാ മനസ്സിലാക്കൂ, ഫിക്സാക്കി വയ്ക്കൂ. സ്വഹാബിമാർക്ക് പിടിയില്ലാത്തത് ദീനല്ല. സ്വഹാബിമാർക്ക് പിടിയില്ലാത്ത ഒരു വിഷയം ഞങ്ങളെ ദീനൈത്ത് ഞങ്ങൾ കൊമ്പോണ്ട് എന്തായെങ്കിൽ അത് ദീനല്ല. സ്വഹാബിമാർക്ക് പിടിയില്ലാത്ത പ്രത്യേകമിത്തുള്ള ഇബാദത്ത് ഞങ്ങൾ കൊടുന്നെന്തായെങ്കിൽ അത് ദീനല്ല. സ്വഹാബിമാർക്ക് പിടിയുന്നത് ഇതിക്ര ദീനും. അതുകൊണ്ട് ഇതിക്ര ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചൊന്നത് ഫമാലം യകുൻ യൗമൈദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന. അണ്ട് സ്വഹാബിമാരെ കാലത്ത് ഏതല്ല ദീനൈത്തിന്ത അത് നങ്കു ദീന്, ഏതല്ല അങ്ങളെ കാലത്ത് ദീനൈത്തില്ല ಅಂತ അത് നങ്കും ദീനല്ല. അണ്ട് ദീനല്ലാത്തത് ഇണ്ടും ദീനല്ല. അതിന് പ്രത്യേകമായിട്ടും മനസ്സിലാക്കണം ചൊന്നില്ല. ഇതൊരു വിഷയം നിങ്ങൾ ക്ലിയർ ആക്കിയ വിഷയമായി. അപ്പൊ സ്വഹാബിമാരെ റൂട്ടു അതൈത്തിക്കര അഹ്ലുസുന്ന റൂട്ട്. സ്വഹാബിമാർ മനസ്സിലാക്കിയ പോലെ ഖുർആൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾ വിജയിക്കുക. ഇല്ലാന്തെങ്കിൽ ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പർത്തുല്ല ആൽമാർ ചൊന്ത് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വേണമായത് ഫഹ്മുസ്സലഫ്. ഫഹ്മുസ്സലഫ് സലഫി സ്വാലിഹിംഗ സ്വഹാബത്ത് എങ്ങനെ എത്തിക്കർ ഖുർആൻ്റെ മനസ്സിലാക്കിയത്, എങ്ങനെ എത്തിക്കര ഹദീസിനെ മനസ്സിലാക്കിയത്, അവിടെ എത്തിക്കറിന് അണ്ടർസ്റ്റാൻഡ്. അല്ലാന്തെങ്കിൽ ഷിർക്കിനെ സ്ഥാപിക്കൂ. ഖുർആൻ്റെ ആയത്തെടുത്താറ് എന്താ എത്തിക്കർ ആയത്ത് കൊടുക്കുന്നത് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിയതൻ യുഅബദൂൻ. ഖുർആൻ്റെ ആയത്തെടുത്ത് ചൊന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാരെ വിളിച്ച് ദുആർക്കാന്ത്. ഖുർആൻ്റെ ആയത്തെടുത്തത് ഇതിക്കർ ചൊല്ലി ഏത് ഖുർആൻ്റെ റബ്ബി 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 ചൊന്ന് 100 കണക്കുള്ള ദുആ ഉള്ളതായ ആ ഖുർആനിൽ നിന്ന് എടുത്ത് ചൊല്ലത് അള്ളാഹു അല്ലാത്ത അമ്പ്യാക്കന്മാരെ അമ്പ്യാ മുർസലിങ്ങളെ വിളിച്ച് ദുആ ആർക്കാ ചൊന്നു എടുത്തതോടെ ഖുർആൻ്റെ ആയത്തെ എത്തിക്കരുത്. ആയത്തിൽ നിന്ന് റദ്ദ് കൊടുക്കുക എന്നെങ്കിലും ഞങ്ങൾ കേൾക്കരുത്. ഈ ആയത്തിലെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയേ? നീന് മനസ്സിലാക്കിയ റൂട്ടിലാ സ്വഹാബത്ത് മനസ്സിലാക്കിയത്. ഈ ആയത്തിലെ സ്വഹാബിമാർ ഈ ആയത്ത് വെച്ചിട്ട് അമ്പ്യാക്ക മുർസൽമാരെ വിളിക്കപോയാറാ ഇല്ലല്ലേ? അപ്പൊ സ്വഹാബിമാരെ റൂട്ട് എന്തിന് ഈ ആയത്തിന്റെ വിഷയത്തിൽ അവിടെ എത്തിക്കരുത് ഞങ്ങളുടെ റൂട്ട്. സ്വഹാബിമാരെ വിട്ടോണു എങ്ങനെ തെരുതപ്പോ സാധ്യ. ഇത് ഒന്നാമത്തെ വിഷയം. ഷിർക്ക് ഞങ്ങളെ കൊമ്പോകും സാധ്യ എത്തിക്കറി എപ്പ സ്വഹാബത്തിന്റെ റൂട്ട് ഞങ്ങൾ വിട്ടേന്തായെങ്കിൽ. രണ്ടാമത്തത് ബിദഅത്താക്കറങ്ങനത്തെ ആൾമാർ പണ്ട് കാലത്ത് മുഅ്തസിലിമലും ഖദറിയത്ര ആൾമാർ അങ്ങ് പുതിയൊരു വാദ കൊടുന്നാർ. എന്താ എത്തിക്കറങ്ങൾ ബിദഅയ്യത്തുള്ള വാദ അങ്ങ് ചൊന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ ഈ ലോകത്തിൽ ഉണ്ടാക്കിയേക്ക് ഇപ്പം ഞങ്ങൾക്ക് പിടിയുണ്ട്. ഞങ്ങളുള്ള ഈ ഹദീസിൽ ചുമ്മ പഠിച്ചങ്ങ എത്തിക്കറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ത് എന്തിരെ സ്വർഗം നരകം ഉണ്ട് ചൊന്തു. സ്വർഗം നരകം ഉണ്ട് ചൊന്തല്ല വിശ്വാസം ഞങ്ങൾക്കുള്ളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചിറ ആൾറെഡി ക്രിയേറ്റ് ആയി തൈര് സൃഷ്ടിക്കപ്പെട്ടു ചൊന്ത് എല്ലാവർക്കും പിടിയുണ്ട്. ആയങ്ക ഹദീസിന് നിഷേധാക്കിയ ആൾമാർ വന്നാർ. ഈ കൗമൈ തിക്കർ വന്നത് ഇങ്ങനെ ചൊന്നാർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നരകം ഉണ്ടാക്കിയതില്ല, സ്വർഗം നരകം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടായിത്താവണു. ഈ ഒരു പൽക്കത്തോടു കൂടി 100 കണക്കിൽ ഹദീസ് അങ്ങ് നിഷേധിച്ചാർ. 100 കണക്കിൽ ഹദീസ് അങ്ങ് നിഷേധിച്ചാർ. ഈ വാദം ഉണ്ടാകില്ല. കാരണം എന്തേ അങ്ങനെ ബുദ്ധിയെ വെച്ചിട്ട് അങ്ങ് ഖുർആനിൽ നിന്ന് താഴ്ത്തെടുത്താറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിച്ചു പോണ്ടതേ തിക്കറ്. അല്ലാഹുവിനെ വിട്ട് ലോകത്തിൽ എല്ലാം നാശിച്ചു പോണ്ടതേ തിക്കറ്. ഈ ആയത്ത് വെച്ചിട്ട് അങ്ങ് ചൊന്നാറ് ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നരകം ഉണ്ടാക്കിയതില്ല. സ്വർഗം നരകം സ്വർഗ ചൊന്നുള്ളത് കാലാകാലം നിലനിൽക്കുന്നത് തിക്കറ്. അപ്പൊ സ്വർഗ നാശാവരെ ചെന്നെങ്കിൽ അത് നമുക്ക് സാധ്യമില്ലല്ലേ? കാരണം കാലാകാലം നിലനിൽക്കുന്നത് എങ്ങനെ നാശയിത്ത് പോണ്ടേ? അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ഉണ്ടാക്കിയതില്ല. ഈ ഒരു വാദത്തോടു കൂടി 100 കണക്കുള്ള ഹദീസിനങ്ങ് വലിച്ചെറിഞ്ഞാൽ ആ മനസ്സിലാക്കാത്ത വിഷയം തിക്കറ്. അത് ഇസ്തിസ്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടുപ്പാട്ടിയത് തിക്കറ്. അല്ലാഹുവിന്റെ അർശ്, അതേപോലെ സ്വർഗ, അതേപോലെ അജ്ബുദ്ദനം, ഇതെല്ലാം നിലനിന്നിട്ടുണ്ട്. ഇത് നാശയിത്ത് പോണ്ടതല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടുപ്പാട്ടിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരിപ്പാട്ടിയದಂತೆ സ്വഹാബിമാർ അതേപോലെ വിശ്വാസം വെച്ചാർ. അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തെ റൂട്ടൊർത്ത ബുಟ್ಟೆಂತಾയെങ്കിൽ ಅವನು ಈಗಲೇ ವಾದத்தை ಅಂಗೀകരിക്കണം ಇತ್ತು ಬರು. സ്വഹാബത്തെ റൂട്ടൊർത്ത ബുಟ್ಟೆಂತಾയെങ്കിൽ അവൻ ഈ നിഷേധക്ക് പോയി പോണ്ട. അവൻ 100 കണക്കിൽ ഹദീസിനെ വലിച്ചെറിയുക. അതുകൊണ്ട് സ്വഹാബിമാരെ പിടിച്ചു വയ്ക്കും.
രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ, ഹദീസ് നിഷേധിമാർ അങ്ങ് ചൊന്നാർ സംസം തന്നിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു പ്രത്യേകത ഇല്ല വാദിച്ചാർ. അങ്ങനെ അക്കൾ കൊണ്ട് ബുദ്ധി കൊണ്ട് സാധിക്കത്ര സാധിച്ചാർ അങ്ങ് കൊടുന്നതെന്തേ ഖുർആാനും സുന്നത്തും അക്കൾ എത്തിക്കർ അങ്ങനെ ബുദ്ധി എത്തിക്കര് സ്വഹാബത്തിന് വിട്ടാർ. ഫഹമു സ്വഹാബ സ്വഹാബത്തിന് റൂട്ടിൽ അങ്ങ് വിട്ടാറ് അങ്ങ് സ്വീകരിച്ചത് അങ്ങനെ അക്കൾ എത്തിക്കറ് ബുദ്ധി എത്തിക്കറ് എന്തിനങ്ങ് തമാസാക്ക തുടങ്ങിയാറ്. അതിൽ ശിഫ ഉണ്ടെന്ന് തായെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലെല്ലാം വെച്ചതില്ല? ആറൈത്തിക്കറ് മുസ്ലിം സമുദായത്തിലുള്ള അങ്ങനത്തെ ആൽമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതായ ഹദീസിനെ ബൽചര്യക്ക് വേണ്ടി തങ്ങൾ കൊടുന്നത് ബുദ്ധി അങ്ങനെ അക്കളൈത്തിക്കർ. ഇതിനങ്ങ് തമാസാക്കി ചെന്നാറ് ഹോസ്പിറ്റലിൽ എന്ത് വെക്കാത്തത്. അങ്ങോട്ട് അഹ്ലുസുന്നത്ത് പണ്ഡിതന്മാർ ഉലമാക്കന്മാർ കേട്ടാർ. അങ്ങനെ അന്തായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തേനിൽ ശിഫ ഉണ്ട് എന്ന് ഖുർആനിൽ ചൊന്നില്ലേ? അത് നിങ്ങൾ അംഗീകരിക്കില്ലേ? അതെന്ത് വെക്കാത്തെ? അപ്പം അങ്ങനെ ബൽക്കൈത്തിക്കറ് അത് ശിഫ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പിടിയൈത്തി. എങ്ങനെ പിടിയായേ? ഡോക്ടർമാർ സയൻസ്മാർ ടെസ്റ്റ് ആക്കിയത് അങ്ങ് ചൊന്നാറ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന കൊണ്ടല്ല അങ്ങ് വിശ്വസിച്ചത്. അങ്ങനെ വിശ്വാസം അള്ളാഹും റസൂൽ ചൊന്നത് അല്ല, ബദൽക്ക് സയൻസും ഇന്ന ആൽമാർ ചൊന്നത് കൊണ്ടു അങ്ങനെ ബുദ്ധി അനുസരിച്ച് അങ്ങ് സ്വീകരിച്ചാറ്. ഇതേ തിക്കറ് ഈ ജഹാലത്ര കൗമർ ഉദ്ദേശ. അതേപോലെ ഹദീസ് നിഷേധിമാർ അങ്ങനെ നിഷേധത്തെ കൊടുന്നാറ്. എങ്ങനെ ഈ തിക്കറ് കൊടുന്ന് നോക്കൂ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പഠിപ്പാട്ടിയതായ സിഹറിനെ നിഷേധിച്ചാറ്. ഉല്ലേ പോലെ ചൊല്ലത് ഈ തിക്കറ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ഒരു സംശയം വേണ്ട. സിഹറിനെ നിഷേധിച്ചാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതിനെ നിഷേധിച്ചാർ. റസൂൽക്ക് സിഹർ ബാധിച്ചിരു ചൊന്നത് നിഷേധിച്ചാർ. എന്നിട്ട് അങ്ങും കൊടുന്നത് ഖുർആന്റെ ആയത്തെ തിക്കറ് അങ്ങ് കൊടുന്നാർ. വഖാല അദ്ദാലിമൂന ഇൻ തത്തബിയൂന ഇല്ലാ റജുലൻ മസ്ഹൂറാ. ഈ ആയത്തെടുത്ത് ചൊന്നാർ റസൂൽക്ക് സിഹർ ബാധിച്ചതില്ല ആരെങ്കിലും ചൊന്നെന്തായെങ്കിൽ ಅವನು ಇಸ್ಲಾಮದಂತ ಪರ್ತೊಲ್ಲೆ ವಿಶ್ವಾಸ ಐತಿಕರಂತ അങ്ങനൊട്ടിക്കേക്കൂല സഹോദര. ഈ ആയത്ത് വന്നത് സ്വഹാബത്തിലേക്കുമല്ലേ? ലക്ഷക്കണക്കിന് സ്വഹാബത്ത് കണ്ട ആയത്തല്ലേ ഇത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ വന്നത്. അപ്പൊ ആ സ്വഹാബിമാരെ വിശ്വാസം എന്തേ അവിടെ നോക്കും മനസ്സിലായിട്ട് അങ്ങ് മനസ്സിലാക്കിയത് സിഹിർ ബാധിച്ചിരിച്ചു. അപ്പൊ ഹദീസ് നിഷേധിമാർ ഒരു ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ അങ്ങ് അള്ളാഹുര ദീനിൽ നിന്ന് പർത്ത് പോകേണ്ട റൂട്ട് ಐತಿಗೆ ನಂಗೆ ಬಡಿಯಾವ್ರದು പച്ചയിത്ത ഹദീസിനെ നിഷേധാക്കിയാർ. ഈ നിഷേധത്തിക്കുള്ള കാരണം എന്തേ അങ്ങനെ അക്കൾ എത്തിക്കർ അങ്ങനെ ബുദ്ധി എത്തിക്കർ. അത് മാത്രമല്ല ഹദീസ് നിഷേധാക്കർ വന്നതുപോലെ ബിദഅത്താക്കർ അങ്ങനത്തെ ആൽമാർ അങ്ങ് വന്നാർ. ആ ബിദഅത്താക്കർ ആൽമാർ ഒന്നാമത്തെ എത്തി കൊടുന്നത് ഈദ് മിലാദ് കുല്ല ദലീൽ എത്തിക്കർ. ഈ മൈ ഉള്ളാൽത്തും കൊടുന്നത് എത്തിക്കർ. കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു ഓർത്ത് കൊടുന്നത്. ഖുർആനിൽ നിന്ന് ആയത്തെ എത്തിക്കർ കൊടുന്നത് ഏതുക്ക്? ബിദഅത്തുക്ക് ദലീലൈത്ത് ഖുർആന്റെ ആയത്ത് കൊടുന്നത്. അവിടെ അങ്ങോട്ടേക്ക് ചൊല്ലുകൊല്ലത് ഈ ആയത്തിനെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി? സ്വഹാബിമാർ ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അവിടെ എത്തിക്കുന്നതിൻ്റെത്. സ്വഹാബിമാർ ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ട് ഈദ് മിലാദ് ആഘോഷിച്ചാറാ? ഇല്ലല്ലേ? അപ്പൊ എന്ത് മനസ്സിലായിട്ട്? ഈ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കിയ പോലെ അല്ല സ്വഹാബത്ത് മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങളെ റൂട്ട് ഐത്തിക്കർ തപ്പിത്തുള്ളു. നിങ്ങൾ തപ്പിത്തുള്ളാറ് നിങ്ങൾ തെരു തപ്പിയാറാ. അതുകൊണ്ട് മനസ്സിലാക്കൂ, സ്വഹാബത്തിന്റെ റൂട്ടിലെ ആറല്ല വിട്ടാറാ അവളെല്ലാം തെരു തപ്പിയവണ എത്തിക്കറാ. അതേപോലെ നോക്കൂ, മുന്നോത്തെ കാലത്ത് അള്ളാഹു അസ്മാഉ സിഫാത്ത് വിഷയത്തിൽ നിഷേധാക്കി അങ്ങനത്തെ തഅ്തീലിന്റെ ആൽമാർ വന്നാർ, തഫ്വീലിന്റെ ആൽമാർ വന്നാർ, തംസീലിന്റെ ആൽമാർ വന്നാർ, പുതിയ പുതിയ ബിദ്അത്തുൽ വാദ കൊടുന്നാർ. ഇൻക്കെല്ലാവർക്കും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് കൊടുത്ത ഉത്തര ഫഹ്മു സലഫ്, മൻഹജു സലഫ്. സ്വഹാബത്ത് എങ്ങനെ ഇത്തിക്കർ വിശ്വസിച്ചത് ഈ വിഷയത്തിൽ അവിടെ ഇത്തിക്കർ നിങ്ങളെ റൂട്ട് സ്വഹാബത്തിന്റെ റൂട്ട് ആറ് വിട്ടെങ്കും അവന് ദലാലത്തിന് എന്തെങ്കിലും ഒരു തെരു തപ്പിയ ഗ്രൂപ്പിൽ ഇത്തിക്കരുത്. അഹ്ലു സുന്നത്തിൽ അവർക്ക് നിലനിൽക്കുക സാധ്യമില്ല. അതുകൊണ്ട് പിടിച്ചു പോയിക്കോ, സ്വഹാബിമാരെ പിടിച്ചു പോയിക്കോ. നോക്കൂ, ചെറിയ മക്കൾക്ക് പോലും പിടിയുള്ള അങ്ങനത്തെ വിഷയത്തിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓടുള്ള ചൊല്ലുള്ളത്. ആറ് ടിക്കറ്റ് ആറ് ചൊല്ലാറ് അള്ളാഹു ആകാശത്തെ മേലെ എത്തിക്കറ. അതേ ചില ബിദഅത്തിലെ മുഅ്തസിലി ചിന്താഗതി ആൽമാർ ആ മുഅ്തസിലി വാദെടുത്തോമെന്നാർ എന്ത് ഇത്തിക്കറങ്ങനെ വാദ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മൊത്തുണ്ട്, ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്, എല്ലാ മൊത്തം അല്ല ഉണ്ട്. എന്തിനങ്ങ് കൊടുന്നത് എന്തിരെ? ഖുർആന്റെ ആയത്തെ ഇത്തിക്കറ്. ആൽമാരെ ദീനിൽ നിന്ന് തെരുത്തപ്പാട്ടോ അഖീദത്തിൽ നിന്ന് തെരുത്തപ്പാട്ടണം അങ്ങ് ഖുർആൻ എടുത്തേ ആവണം. ഖുർആന്റെ ആയത്തെടുത്ത് കൊടുന്നാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നില്ലേ വഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹുൻ. അല്ലാഹു ചൊന്നില്ലേ ഭൂമിയിലും ആകാശത്തിലും ഇലാഹ അല്ലാഹു ഐതിക്രാന്ത്. ഭൂമിയിലും ആകാശത്തിലും ഇലാഹ അല്ലാഹു ചൊന്നില്ലേ. അപ്പോൾ അതിൽ നിന്ന് തങ്ങൾക്ക് പിടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മോത്തുള്ള. അത് മാത്രമല്ല എന്നൊരായത്ത് കൂടി കൊടുന്നാറ് വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ ഓടിന്നെങ്കും അള്ളാഹു നിങ്ങളൊട്ടിക്കുള്ള. രണ്ട് വിഷയത്തിൽ ഇതിൽ നിഷേധാക്കിയത്. ഒന്ന് അള്ളാഹു ഒരു ഉലൂവിന്റെ വിഷയത്തിൽ അള്ളാഹു അർറഹ്മാനു അലൽ അർശി ഇസ്തവ അർശിന് മേലെ എത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നുള്ളതിനെ നിഷേധാക്കിയാർ. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളൊട്ടിക്കുള്ളത് ഇൽമു കൊണ്ടുത്തു
അത് മനസ്സിലാക്കിയിട്ടില്ലങ്ങ അള്ളാഹു ഞങ്ങളെ കാണ്ടോണ ഇത്തിക്കറ ഞങ്ങളെ കണ്ടോന്തുള്ള ഞങ്ങളെല്ലാം കേട്ടോന്തുള്ള ഇതൈത്തിക്കർ ഞങ്ങൾ മനസ്സിലാക്കി അഹ്ലുസുന്നത്തെ വിശ്വാസ. ഈ വിശ്വാസത്തിന് നേരെ ഉൾട്ട ഇത്തിക്കർ ഈ ബിദഅത്താക്കർ ആൾമാർ കൊടുന്ന വിശ്വാസ. അത് മാത്രമല്ല നോക്കൂ, ഖുറാന്റെ ആയത്തിൽ നിന്ന് ലോകത്തിൽ ചില ആൾമാർ വന്നാർ. ഇണ്ടും കേരളത്തിലും കാണാം, കർണാടകത്തും മിക്കും അങ്ങ് ചൊല്ലുന്നേ, നീന് ഏത് ദീനിൽ നിന്നെങ്കും സമ നീ സ്വർഗത്തിൽ എത്ര. നീന് ഹൈന്ദവ ദീനിൽ നിന്നും ക്രിസ്ത്യാനിയായെങ്കും യഹൂദിയായെങ്കും മജൂസിയായെങ്കും നീന് ഏത് ദീനിൽ നിന്നെങ്കും നീ സ്വർഗത്തിൽ എത്ര. അങ്ങനെ ചൊന്നിങ്ങല്ല പ്രോബ്ലം. അവന് ചൊന്തു കൊടുന്നത് അള്ളാഹുർ ഖുറാന്റെ ആയത്ത്. ഇത് അതുകൊണ്ട് ഇത്തിക്കർ അവന്റെ പേരുള്ള ആളുള്ളത്. ഓരോ കൗമും അവന്റെ ജഹാലത്ത് അവന് പ്രചാരാക്കി കൊടുന്ന് ഖുർആനും ഹദീസും എന്തായെങ്കിൽ അവന്റെ പേരുള്ള ചില ആൾമാറിക്കുവാർ. ഈ വാദ കൊടുന്നവന്റെ പേരുള്ള ആളുണ്ട്. മുസ്ലിം ഇത്തുള്ള ആൾമാരെ ഇത്തിക്കർ കൂടിയത് എന്തിനാ മനസ്സിലായേ? അവൻ എടുത്തത് ഖുറാന്റെ ആയത്തെ ഇത്തിക്കർ. സൂറത്തുൽ ബഖറത്ത് ആയത്തെടുത്ത് അവൻ ചൊന്ന, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബീന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുറാന്റെ ആയത്തെടുത്ത് ചൊന്നത്, നീ നസ്രാനിയാവും, നീ യഹൂദിയാവും, നീ ഏത് ദീനിൽ നിന്നെങ്കും നീ സ്വർഗത്ത് കൊണ്ട് പേടിക്കണ്ട. അങ്ങനെ പേരും ജീവിച്ചു. ഓണ്ട് ടിക്കേക്കുള്ള സഹോദര ഈ ആയത്തിലെ റദ്ദുണ്ട്. ഇന്നെങ്കിൽ ഓണ്ട് ടിക്കേക്കുള്ള സഹോദര നീന് മനസ്സിലാക്കിയ പോലെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് മനസ്സിലാക്കിയത്. ഈ ആയത്തിലെ സ്വഹാബിമാരെങ്ങനെ മനസ്സിലാക്കിയേ? നസ്രാണിമാരൊട്ടിയും യഹൂദിമാരൊട്ടിയും യുദ്ധാക്കിற ആവശ്യം എന്ത് ഈ ആയത്തിനെ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കരെങ്കിൽ ഇത്തരല്ല ഉപ്പദ്രാക്കിയതില്ലങ്ങ അത് ആവശ്യന്ത നിങ്ങൾ മനസ്സിലാക്കിയ പോലെ സ്വഹാബത്ത് മനസ്സിലാക്കിയത്. അപ്പൊ പിടിയേറ്റ് അങ്ങ് റൂട്ട് തപ്പിറാറ്. ഇത് പിടിയില്ലാത്തോർത്ത അവന്റെ പേരുകളും പോണ്ട. ഒക്കല്ലേ അള്ളാഹു ചൊന്നരല്ലേ, എല്ലാ ദീനിലും പോവാ, പ്രശ്നമല്ല. അങ്ങനെ അക്കലിന്റെ ഉപയോഗിയാക്കിയിട്ട് പോണ്ടാർ. അതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെ പോണ്ടെങ്കല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒരു നിലപാടുണ്ട്. അള്ളാഹുരെ ഖുർആന്റെ അറിയണ, അള്ളാഹുരെ ഖുർആന്റെ മനസ്സിലാക്കണ. സലഫ് ആ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ ആ റൂട്ടിൽ നിന്നെങ്കിൽ മാത്രം സാധ്യ. അതുകൊണ്ട് ഈ ചൊന്നതായ എല്ലാ ഗ്രൂപ്പ്സും എല്ലാവരും ഇങ്ങനെ വാദ വെച്ച് ഇത് രണ്ടാമത്തെ ചൊല്ലിട്ട് ഖുറാന്റെ ആയത്ത് കിട്ടിയതല്ലേ, ഇനി സ്വഹാബിമാരെ കേൾക്കരുത് ഒരു ആവശ്യമില്ല. അത് പൊട്ടത്തറ എത്തിക്കറ്. എന്തുകൊണ്ട് ചൊല്ലേ? അങ്കും പിടിയുണ്ട്. സ്വഹാബിമാരെ പിടിച്ചെങ്കിൽ അങ്ങനെ ഏത് വാദം നിലനിൽക്കല. ഏത് ഹദീസ് നിഷേധിയാവട്ടു, ലോകത്തിൽ വന്ന് ഏത് ബിദഅയാവട്ടു, ഒരാളും അവന്റെ വാദത്തെ നിലനിൽപ്പാട്ടൊക്കെ സാധ്യല്ല. സ്വഹാബിമാരെ വിട്ടുതല്ല. സ്വഹാബിമാരെ പിടിച്ചുകൊണ്ട് ഒരാൾക്കും ഈ നിലപാടിൽ നിൽക്കുക സാധ്യല്ല. അത് മാത്രമല്ല, ഇസ്ലാമിനെ പറുത്തുള്ളതായ എല്ലാ ഉലമാക്കന്മാരും ഫത്വ കൊടുത്താറ് കാഫിർ ചൊന്തും ആറുക ഇത്തിക്കറ് ഖാദ്യാനിമാർ. അങ്ങനെ വാദ ഇത്തിക്കറ് ഈസാ നബി മരിച്ചിട്ട് ചൊന്തു. ഈസാ നബി മരിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ വാദ നിലനിൽക്കൂ, അങ്ങനെ ദീന് നിലനിൽക്കൂ. ഇസ്ലാമിനെ പറുത്തുള്ള ആൾമാരെ ഇത്തിക്കറാറ് അങ്ങും അങ്ങനെ വാദത്തെ സ്ഥാപിക്കോ കൊടുന്നത് ഖുറാന്റെ ആയത്ത്. ചൊന്നാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്തില്ലേ, സൂറത്തുൽ ആലു ഇമ്രാനിൽ അല്ലാഹു ചൊന്തില്ലേ, ഇത് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിയുക ഇലയ്യ. അള്ളാഹു ഖുറാനിൽ ചൊന്നതല്ലേ ഈസാ നബി മരിച്ചിട്ട് ചൊന്തു. ഓണ്ടൊട്ടിക്കും കേൾക്കൂല്ലത് സഹോദര. ഓ ആലേ നിന്റെ വാദത്താലേ ഈ ഈസാ നബി മരിച്ചിട്ട് ചൊല്ലങ്ങനത്തെ വാദത്താലേ നിന്റെ ഒട്ടിക്കും കേൾക്കൂല്ലത്. ഈ ആയത്തിന് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയേ? സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി? അവിടെ എത്തിക്കറ അഹ്ലുസുന്നത്ത് സ്വഹാബിമാരെങ്ങനെ മനസ്സിലാക്കി? നീ മനസ്സിലാക്കിയ പോലമ അല്ലല്ലേ. അത് മാത്രമല്ല, പച്ചയത്തും നിരീശ്വരവാദത്തിലുള്ളതായ ആൾമാർ ഇസ്ലാം ചൊന്നെങ്കിൽ അങ്ങ് കംപ്ലീറ്റ് ഒരു എന്ത് ചൊന്തു കൺകെടുക്കോ സാധ്യമില്ല. ആ രൂപത്തിലെത്തിക്കറ ഇസ്ലാമരെ വിരോധിക്കറങ്ങ, തമാസാക്കിയൊന്തും റസൂലും എല്ലാ രൂപത്തിൽ നിന്ദനാക്കിയൊന്തിക്കരങ്ങനത്തെ കൗമു അങ്കും അങ്ങനെ ആ ജീവനത്തിന് ആദായ വേണവും തായെങ്കിൽ, കാസുണ്ടാക്കണവും തായെങ്കും, അങ്ങനെ വാദത്തിൽ നിലനിൽക്കണവും തായെങ്കും അങ്കും ഖുറാന്റെ തൊട്ടുതിയാവും. അള്ളാഹു ഇല്ലാ ചൊല്ലുകും ഖുറാന്റെ ആയത്തെടുത്ത് എത്തിക്കറങ്ങ് സ്ഥാപിക്കപ്പോണ്ടേ. ഇസ്ലാം ദീന് സമയില്ലാ ചൊല്ലുകും അങ്ങും എടുക്കർ ഖുറാന്റെ ആയത്തെ എത്തിക്കറ് അവണ്ടൊട്ടിക്കും കേൾക്കൂല്ലത്. ഈ ആയത്തിനും ഈ ഹദീസിനും നീ എടുക്കുന്നതായ ഓരോ ആയത്തും ഓരോ ഹദീസും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എങ്ങനെ മനസ്സിലാക്കി? അവിടെ എത്തിക്കറ് എൻ്റെ വിശ്വാസ, അവിടെ എത്തിക്കറ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ചൊന്ത് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രത്യേകമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ നിന്ന് ജണ്ടായത്ത് അത് ഹൃദയത്തിൽ വെക്കും. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറത്തിൽ ചൊന്നത്, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ വിശ്വാസം വെച്ച പോലെ ഫഇൻ ആമനു ആ നസ്രാണിമാരും യഹൂദിമാരും ലോകത്തിലെ എല്ലാ സമുദായവും ആമൻതും നിങ്ങൾ വിശ്വാസം വെച്ച പോലെ അറിയിക്കറ് സ്വഹാബത്ത് അങ്ങനെ വിശ്വാസം എങ്ങനെയുണ്ട് അതുപോലത്തെ വിശ്വാസം തായെങ്കിൽ ഫഖദ് ഇഹ്തദൗ ഹിദായത്തിലായാർ. സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്തു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ
വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് റസൂലിന്റെ വിരുദ്ധമായിട്ട് പോയെങ്ക ഹിദായത്ത് വ്യക്തമായാൽ പിന്നെ റസൂലിന്റെ വിരുദ്ധമായിട്ട് പോയാർ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റോപ്പ് ആക്കിയതില്ല. അങ്ങനെ ചൊന്നത് അങ്ങ് നരകത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നതല്ല. അതിന് നടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. അവന് സ്വഹാബത്തെ റൂട്ടിൽ നിന്ന് തപ്പിപ്പോയാ എന്ത് അല്ലാഹു എടുത്തു ചൊന്നേ? അങ്ങനെ വിശ്വാസമാ നിങ്ങളെ വിശ്വാസ അങ്ങനെ എന്തായും മാത്രം വിജയിക്കുവാർ അല്ലാത്ത നരകത്തിലെ റൂട്ട് റൈത്തിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നിലനിൽക്കൂല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ റൂപത്തെ ബിദ്അത്തിൽ നിന്നും എല്ലാ ശിർക്കൻ വിശ്വാസത്തിൽ നിന്നും എല്ലാ ഹദീസ് നിഷേധത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. തൗഹീദിലേക്ക് ജീവിച്ചിട്ട് തൗഹീദിലേക്ക് മരിക്കൂല തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലരെ എല്ലാ നിയമനിർദ്ദേശനത്തെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും പാലിച്ച് ജീവിക്കണം ചൊന്തു. സ്വന്തത്തെ മറക്കാൻ തോട് കൂടിയിട്ടുള്ള ഓരോരുത്തരൊട്ടിയും എന്നർക്ക് വസിയത്താക്കര. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതുകൊല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മനസ്സിലാക്കി വന്ന വിഷയത്തിക്കർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഓർത്ത് നിലനിൽക്കണം തായെങ്കിൽ അവನು മനസ്സിലാക്കി ಬೇಕೋಣ ചില വിഷയത്തിക്കരുതല്ലോ. അവൻ്റെ ശിർക്കൻ വിശ്വാസത്തിക്ക് കൊമ്പോകു സാധ്യമുണ്ടു സ്വഹാബിമാരെ ബുട്ടിയും തായെങ്കിൽ. അവൻ്റെ ബിദഅത്തിക്ക് എത്തുപാട്ടൊക്കെ സാധ്യമുണ്ടു സ്വഹാബിമാരെ ബുട്ടിയും തായെങ്കിൽ. അവൻ്റെ ബിദഅത്തുക്കും ഹദീസ് നിഷേധത്തിക്കും എത്തുപാട്ടോ സാധ്യമുണ്ടു സ്വഹാബത്ര റൂട്ട് ബുട്ടിയും തായെങ്കിൽ. അവൻ്റെ ഇസ്ലാമിൽ നിന്ന് പറത്തിൻ്റെ ഇസ്ലാമിൻ്റെ വാദിക്കൊക്കും സാധ്യമുണ്ടു സ്വഹാബത്ര റൂട്ട് ബുട്ടിയും തായെങ്കിൽ. അവൻ്റെ ഇസ്ലാമിൽ നിന്ന് പറത്തൈത്ത് കുഫാർമാർ കാഫിറൈത്തുള്ള രൂപത്തിൽ ജീവിക്കും സാധ്യമുണ്ടു ഖുർആനും ഹദീസ് മനസ്സിലാക്കറോടെ സ്വഹാബത്തെ ബുട്ടേൻ തായി. ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണ വിശ്വൻ്റെ സഹോദരന്മാരെ, ഈ ശിർക്കൻ വിശ്വാസ വെച്ചിട്ടുള്ളങ്ങനത്തെ ആൽമാർ, ഹദീസ് നിഷേധത്തെ വെച്ചിട്ടുള്ള ആൽമാർ, ബിദഅത്താക്കറങ്ങനത്തെ ആൽമാർ, എല്ലാ ദീനൊട്ടിക്ക് കൂടാ ചൊന്ത് വാദിക്കറങ്ങനത്തെ മുസ്ലിം സമുദായത്തിലുള്ള ആൽമാർ, ഈ ആൽമാരെ വെച്ചിട്ട് ഞങ്ങളെ സഹോദരന്മാർ അള്ളാഹുരെ ദീനിലുള്ള മുസ്ലിമിനങ്ങളെ ഇസ്ലാഹാക്കോ വേണ്ടിയിട്ട് ആയിരക്കണക്കിൽ മീറ്റിംഗ് ആക്കിയെങ്കും സമ നിങ്ങളെ കൊണ്ട് സാധ്യമില്ല. പച്ചയിത്ത് ഷിർക്കാക്കറങ്ങനത്തെ വ്യക്തി നിന്നെ മുട്ടയിന്ത് നീ എനോർക്കവരെ പേടിച്ചിട്ട് ഓണ്ടട്ടിಗೆ നീ മീറ്റിംഗ് കൂടരെ ಅಂತಾയെങ്കിൽ നീ മനസ്സിലാക്കണായത് ആ ശക്തിയെ കാട്ടി ആ കൗമരെ കാട്ടിയും നീ പേടിക്കുള്ളത് നിന്റെ സഹോദരരെ എത്തിക്കറ്. നിന്റെ മുട്ടമില്ലാതെ ഓണ് വാദിക്കരുത്. മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിളിച്ച് ദുആർക്ക ഇപ്പുറത്തുള്ളവണ് വാദിക്കരുത് അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഹദീസറെ നിഷേധാക്കരുത് എത്തിക്കറ്. ಏನರ್ಥ ವಾದಿಕ್ಕರ್ದು ಪಚ್ಚೆ ಇತ್ತುಲೆ ಬಿದಾತ ಇತ್ತಲೆ ವಿಶ್ವಾಸ ಇತ್ತಿಕ್ಕರೆ ಈ ವಿಶ್ವಾಸ വെച്ചിട്ടുള്ള ഓണ്ടൊട്ടിಗೆ കൂടിത്ത് ഇങ്ങലൊട്ടിಗೆ കൂടിത്ത് നീ ആയിരക്കണക്കിൽ മീറ്റിംഗ് ആക്കിയെങ്കും ഈ ഉമ്മത്തെ ഇസ്ലാഹാക്കോ സാധ്യമില്ല. ഈ ഉമ്മത്തെ ഇസ്ലാഹാക്കോ സാധ്യമില്ല. അത് സാധിക്കണം തായെങ്കിൽ ഇപ്പുറത്തുള്ള ഈ സഹോദരരെ ഇസ്ലാഹാക്കി കാട്ടും. ഇപ്പുറത്തുള്ള ഈ സഹോദരക്ക് നീನು ചൊന്ത് കാട്ട് ഓണ്ട് ശിർക്കൻ വിശ്വാസം നീನು എടുത്ത് ചൊല്ലു. അത് ചൊന്നെന്തായെങ്കിൽ പിന്നെ നെക്സ്റ്റ് മീറ്റിംഗ് നടക്കല. അതുകൊണ്ട് ചൊല്ലില്ല. ഇങ്ങനത്തെ ഒരു ജഹാലത്ത് സലഫിരക്ക് ಬಂತಿಲ್ಲ. അങ്ങനെ സലഫിരായിട്ടുള്ള ആൽമാർ അങ്ങനത്തെ ജഹാലത്തിൽ ഉണ്ട് എന്തായെങ്കിൽ അങ്ങ് മനസ്സിലാക്കോರು നിങ്ങളുടെ റൂട്ട് തപ്പിത്തുണ്ടു. അത് മാത്രമല്ല സഹോദരന്മാരെ, ഞങ്ങളെല്ലാം മനസ്സിലാക്കിയ ആൽമാർ ഞങ്ങളെ തിരുത്തപ്പാട്ട് ഖുർആന്റെ ആയത്തും ഹദീസ് വെച്ചത് എന്ന് മനസ്സിലാക്കിയ അപ്പോൾ ഇതിക്ക് സാധാരണ ആൽമാരെ ഒരു ക്വസ്റ്റ്യൻ ഉസ്താദന്മാർക്കെല്ലാം പിടിയാവും സ്വഹാബിമാരെ വിശ്വാസം എന്തിന്ത് ചൊന്തു നിങ്ങൾക്ക് ഖുർആനെല്ലാം ഓതുകെല്ലാം അതിന് അർത്ഥം പിടിയുണ്ടാ, ഹദീസ് പിടിയുണ്ടാ, ഏത് കിതാബ് നിങ്ങൾക്ക് പിടിയുണ്ടാ, പിന്നെ എങ്ങനെ ഇത്തിക്കറ് ഞങ്ങൾക്ക് പിടിയാവര്. അപ്പം ഇത്തിക്കറ് ഞങ്ങളെ റൂട്ട് തപ്പാട്ടങ്ങനത്തെ ಏನೋ കൗമുണ്ടാവർത്തു. അവിടെ ഇത്തിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഒരു വ്യക്തിക്ക് അവനക്ക് പിടിയത്തേന് ഖുർആനും ഹദീസിലെ സ്വഹാബിമാർ മനസ്സിലാക്കിയ പോലെ ജീവനാക്കണു. அதுக்கு വേണ്ടി തവണ എന്താക്കറേ ഉലമാക്കന്മാരെ പിടിക്കറ, പണ്ഡിതന്മാരെ പിടിക്കറ, ഉസ്താദന്മാരെ റൂട്ട് പിടിക്കറ. ആ സന്ദർഭത്തിൽ എത്തിക്കറ് എന്നൊരു കൗമ ഞങ്ങളെ തിരുത്തപ്പാട്ട് എല്ലാം റൂട്ട് ക്ലിയർ ആയിട്ട് ഇത് ഷിർക്ക് പോകുമ്പോൾ നമുക്ക് പിടിയിട്ട് ആയത്തിലെ സ്വഹാബിമാർ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം. ബിദഅത്തുള്ള വാദ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഇങ്ങനെ അല്ല ചൊന്ത് മനസ്സിലാക്കണം. ഈ ഹദീസ് നിഷേധത്തങ്ങ് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അല്ല മനസ്സിലാക്കിയത് സ്വഹാബത്ത് ചൊന്ത് നിങ്ങൾ അറിഞ്ഞ എല്ലാ വാദത്തങ്ങ് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് പിടിയിട്ട് ഉലമാക്കന്മാരെ ടച്ചിൽ നിൽക്കണം. ചൊത്തുള്ളത് ഉലമാക്കന്മാരെ പിടിച്ച് നിൽക്കണം. പണ്ഡിതന്മാർ മുസ്താദന്മാർ അങ്ങനെ നിലപാടിലെത്ത് അങ്ങ് പഠിപ്പാട്ടിയ രൂപത്തിൽ അങ്ങനൊട്ടിಗೆ കേട്ടൊന്ന് ഞങ്ങൾ ജീവനാക്കണം. ചൊല്ലുമ്പോൾ കൈത്തിക്കറ് അർദ്ധം എൽമെടുത്തത് ദമ്മു കെട്ടിത്തുല്ലങ്ങനത്തെ ദമ്മു കെട്ടൽ രോഗുല്ലങ്ങനത്തെ ആൽമാർ അങ്ങ് ബന്ധ ചൊല്ലത് കാണാ. ഇവിടെ ഇന്ത്യത്തിൽ ഉലമാക്കന്മാരെ ഇല്ല, ഇവിടെ ഒരു ആലിമേ ഇല്ല.
അവിടെ ഒരു ഉസ്താദേ ഇല്ല, ഓണെന്താ തെറുതപ്പ്യ. ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധാരണ മനസ്സ് തെറുതപ്പ്യ. കാരണം ഉസ്താദ്മാരും ഉലമാക്കന്മാരും പണ്ഡിതന്മാരും ഇല്ലാ ചൊല്ലതോടു കൂടി ജീവനത്തിൽ പല മസാലും ഉണ്ട്, പല വിശ്വാസപരമായ വിഷയം ഉണ്ട്, പല പുതിയ പുതിയ വിദഗ്ധത്തും ഉണ്ട്. ആറൊട്ടിക പോയിട്ട് കേൾക്കണം, ആറൊട്ടിക പോയിട്ട് കേൾക്കണം. ഉസ്താദ്മാരെ മുട്ട പോണ്ടേ, പണ്ഡിതന്മാരെ മുട്ട പോണ്ടേ, ഉലമാക്കന്മാരെ മുട്ട പോണ്ടേ. ഇവിടെ ഇല്ലാത്താകുമ്പോൾ പിന്നെ ആരെ മുട്ട പോണ്ടേ? ഈ ഇല്ലാച്ചൊന്നങ്ങനത്തെ പടു ജാഹിലിന്റെ മുട്ട എത്തിക്കറ് ഓരോ വ്യക്തിയും പോണ്ടത്. ഇല്ലാത്ത ഉസ്താദില്ല, പണ്ഡിതന്മാരില്ല ചൊത്ത് വാദിച്ചങ്ങനത്തെ ആ ആലമുട്ട ഇതിക്കറ് പോയി കേൾക്കറേ. അപ്പൊ ഇതൊരു വിഷയത്തിൽ എന്തൊരു അഭിപ്രായം നിങ്ങൾ? അപ്പൊ ഇതൊരു വിഷയത്തിൽ എന്തൊരു അഭിപ്രായ? ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാ ചൊന്നങ്ങനത്തെ ഈ ജാഹില് ആലിമൈ തൈത്തിക്കർ നടന്നു വയ്ക്കരുത്, ആലിമൈ തൈത്തിക്കർ നടന്നു വയ്ക്കരുത്. അതുകൊണ്ട് മനസ്സിലാക്കൂ, അർദ്ധം വർദ്ധ ഇൽമു ഇങ്ങ ഊടെ നിന്നിട്ട് കാറെടുത്ത് തൊക്കോട്ടിഞ്ഞിട്ട് മുടുപതിരിഞ്ഞിട്ട് ബീസ് റോഡിൽ നടു ഇഴിഞ്ഞെങ്കും ഇഴിഞ്ഞില്ലെങ്കും നിങ്ങൾക്ക് ഒരു കണക്കിലും പരിപൂർണമൈത്തുല്ലേ ദീനരെ കറക്റ്റ് ആയിത്തുല്ലേ തൂൽ സുഹബത്തോടു കൂടിയും തൂൽ സമാനും സുഹബത്തോടു കൂടിയുള്ള ഈ എൽമോ കിട്ടല. അത് എങ്ങനെ കിട്ടുക സഹോദരന്മാരെ? ഉലമാക്കന്മാരൊട്ടിക്ക് ദിച്ചക്ക് മാത്രം സാധ്യ. ചില ആൾമാർ പുതിയ പുതിയ വാതെടുത്തു വന്നാർ, ഇന്നിത് ബിദഅത്ത് നിങ്ങളത് നിങ്ങൾ വിശ്വാസ സമയമില്ല. അപ്പൊ ആൾമാർ സാധാ ആൾമാർക്ക് പിടിയിൽ എന്തിനാക്കണു അങ്ങ് ചൊന്നാർ വെറും ഞങ്ങൾ ഉസ്താദിനെ മട്ട് ദൈക്കുറും ഞങ്ങൾ ഉസ്താദ് ചെന്ന് അംഗീകരിക്കണം കൊള്ളാറല്ലേ അങ്ങനെ മുട്ട് വന്ന് ദൈക്കുറും. അപ്പൊ ഇതിക്കറി ഈ ജഹാലത്തിൽ ആൾമാരെ പുതിയൊരു വാദ ഇന്ന ആള് തെച്ചേൻ തേങ്ങ നാണില്ല ചെറിയലിക്കുമ്പോൾ ഞങ്ങൾ ചൊന്നോ ഇന്ന ബാറ്റ് പിടിച്ചത് ബാറ്റ് അടിക്കോ തെരിയാത്തപ്പോൾ ഞങ്ങൾ ചൊല്ലേ ഓൺ ബോൾ ഇട്ടെങ്കിൽ നാ കലിക്കോ ഇല്ല വേറെ ഒരുത്ത ബോൾ ഇട്ടിട്ട് എന്തുകൊണ്ടു കലിക്ക തെരിയാത്ത ജഹാലത്തെ ഇത്തിക്കറ് എൽമില്ലാത്ത ജാഹില് അവൻ ഇതേ ഇത്തിക്കറാക്കറ്. ഉലമാക്കന്മാരൊട്ടിക്ക് ദയി ചൊല്ലുമ്പോ ഉസ്താദ്മാരൊട്ടിക്ക് ദയി ചൊല്ലുമ്പോ ഇന്ന ആൾ വന്നെങ്കിൽ നാണില്ല അയാൾ വന്നെങ്കിൽ മാത്രാന്ത് ഓണ ഹക്കും തായെങ്കിൽ ഓണ ഈ വാദത്തിൽ നിൽക്കുന്ന ആവശ്യകത ഉണ്ടാ ഇല്ലല്ലേ സഹോദരന്മാരെ? അപ്പോൾ മനസ്സിലാക്കുന്ന വിഷയത്തിലെ ഞങ്ങൾ എല്ലാ രൂപത്തിലും തെരു തപ്പാട്ടകു പല ശൈത്താനിയത്തും വരും, പല ആൾമാറും വരും. അതുകൊണ്ട് മനസ്സിലാക്കൂ, സലഫു സാലിഹിമാർ സ്വഹാബത്ത് ഏതോ റൂട്ടിൽ എത്തിക്കറ് നിന്നത് എങ്ങനെ എത്തിക്കറ് നിൻ്റെത് ആ സ്വഹാബിമാരെ പിടിക്കരുത്. അത് എങ്ങനെ എത്തിക്കറ്? ഉലമാക്കന്മാർ ഉസ്താദന്മാർ പണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പാട്ടി തന്നാറാ അതുപോലെ ഞങ്ങൾ പിടിച്ചു നിൽക്കും. ആ സ്വഹാബത്തിലെ വിശ്വാസം നിങ്ങൾക്ക് മനസ്സിലാവണം തായെങ്കിൽ ഉസ്താദിനെ പിടിച്ചു നിന്നെങ്കിൽ മാത്രം സാധ്യ, ഉലമാക്കന്മാരെ പിടിച്ചു നിന്നെങ്കിൽ മാത്രം സാധ്യ. ഞങ്ങൾ മനസ്സിലാക്കുക അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാരെ പിടിച്ചു നിന്നെങ്കിൽ മാത്രം സാധ്യ. ഇത് അറിഞ്ഞതായ ജുഹാൽമാർ ജാഹിലിങ്ങ ഈ പണ്ഡിതന്മാരിൽ തൈത്തിക്കർ ആൾമാരെ ദൂരാക്കിയും തുല്യത് ഇത് വ്യക്തം ഇത് മനസ്സിലാക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുരെ ദീനരെ നല്ല രൂപത്തിൽ മനസ്സിലാക്കൂല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുരെ പേടിച്ച് ജീവനാക്കൂല തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഖുർആനും സുന്നത്ത് അതെങ്ങനെ എത്തിക്കുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു മജ്മഈൻ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കൂല തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ജീവനത്തിലും ചൊമ്മത്തെ സഹോദരന്മാരെ കാണാം, സഹോദരിമാരും കാണാം. പച്ചയത്തുള്ള ഷിർക്കൻ വിശ്വാസത്തിൽ ജീവിച്ചുള്ളാർ അള്ളാഹു അങ്ങ് തൗഹീദിനെ വെച്ചിട്ട് കൊടുക്കട്ടെ. ബിദഅത്തൈത്തുള്ള വിശ്വാസത്തുള്ളാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സുന്നത്ത് കൊമത്തിരട്ടെ. അതേപോലെ പച്ച ഹദീസ് നിഷേധത്തിൽ ജീവനാക്കരെ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുരെ ദീനരെ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് ഖുർആനും ഹദീസും അതെങ്ങനെ എത്തിക്കുന്ന സ്വഹാബത്ത് മനസ്സിലാക്കിയ അതേ രൂപത്തിൽ മനസ്സിലാക്കുന്ന തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലും നിരക്കറിലും ചങ്ങായിമാരിലും സഹോദരന്മാരിലും ചുമത്ത ആൾമാർ പല രൂപത്തെ രോഗത്തുള്ളാർ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആജിലയത്തുള്ള ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മക്കൾക്ക് വേണ്ടിയിട്ട് വസിയത്താക്കിറാർ ഒരു മോളും ഉഷാറില്ലാത്ത മോലെ വിഷയത്തിൽ ഒരാൾ വസിയത്താക്കി ദ്വാർക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കിടവുക ആയത്ര വേഗ ആജിലയത്തുള്ള ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളുടെ ചുമത്ത് നിരക്കറിലും ചുമത്ത ആൾമാർ ഇക്കുവാർ ഞങ്ങളുടെ കുടുംബത്തിലും ഇക്കുവാർ പല രോഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആജിലയത്തുള്ള ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടിക കൊടുകുല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സന്ദർഭത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ഷഹാദത്തിൽ ജീവനാക്കി അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ഷഹാദത്തിൽ മരിക്കുല തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തൊട്ടിക ഇതേപോലെ അള്ളാഹുരെ ജന്നാത്തുൽ ഫിർദൗസിൽ കൊടുകുല തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار اللهم إنا نسألك الجنة الفردوس ونعوذ بك من النار اللهم إنا نسألك الجنة الفردوس ونعوذ بك من النار اللهم إنا نسألك الجنة الفردوس ونعوذ بك من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا إنك أنت الغفور الرحيم توفنا مسلمين والحقنا بالصالحين.